നമസ്കാരം. റേറ്റ്യൂർ എംപിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് റേറ്റ്യൂർ എംപി എത്തി നിൽക്കുന്നത്. 3 ജില്ലകളിലായി പരന്നുകിടക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് മാവേലിക്കരയിൽ. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കം ചെന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് മാവേലിക്കര. നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ ഇടതിന് മൃഗീയ ഭൂരിപക്ഷമാണ്. പക്ഷേ ലോക്സഭയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ വലത്തേക്കാണ് മിക്കപ്പോഴും ചായ്വ്. മാവേലിക്കര മണ്ഡലം രൂപീകരിച്ചത്. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് മാവേലിക്കര എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളില്ലാതെ ഇവിടെ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. 2009 സംവരണ മണ്ഡലമായപ്പോഴും മാവേലിക്കര വലത്തേക്കുള്ള ചായ്വ് മറന്നില്ല. 2 തവണയും കൊടിക്കുന്നിൽ സുരേഷ് MP ജയിച്ച് പാർലമെന്റിലെത്തി. PJ കുര്യനെ തുടർച്ചയായി 3 തവണയും രമേശ് ചെന്നിത്തലയെ 1 തവണയും പാർലമെന്റിൽ എത്തിച്ച മണ്ഡലം കൂടിയാണ് മാവേലിക്കര. ജനകീയമായ പ്രവർത്തനമാണ് മണ്ഡലത്തിൽ നടത്തിയത്. മാത്രമല്ല, കഴിഞ്ഞ UPA ഗവൺമെൻറ് അവസാന ഘട്ടത്തിൽ 2 വർഷക്കാലം കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി നിലയിൽ തൊഴിലാളികൾക്ക് ചെയ്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ആണ്. പ്രത്യേകിച്ച് കശുവണ്ടി മേഖലയിൽ PF ആനുകൂല്യങ്ങൾ, ESI ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ജനപ്രതിനിധി എന്ന നിലയിൽ ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെയും മന്ത്രി എന്ന നിലയിലും MP എന്ന നിലയിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളിലൂടെയുമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാൻ കാരണമായത്. കഴിഞ്ഞ വികസന കാലത്ത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ റെയിൽവേ സ്റ്റേഷന് വേണ്ടി പുതിയ കെട്ടിടം, പുതിയ ടെർമിനൽ നിർമ്മിച്ചു. 11 കോടി രൂപയുടെ ഏറ്റവും അത്യന്താധുനിക സൗകര്യമുള്ള പുതിയ ടെർമിനൽ നിർമ്മിച്ചു. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ നിലവിലുള്ള കെട്ടിടം പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിലായിരുന്നു. അത് യാത്രക്കാർക്ക് അസൗകര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേയുടെ മുന്നിൽ അത് അവതരിപ്പിച്ച് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിലുള്ള കെട്ടിടം അതിന് പകരം മധ്യഭാഗത്തായി, പ്ലാറ്റ്ഫോമിൻ്റെ മധ്യഭാഗത്തായി അതിവിശാലമായ 11 കോടിയുടെ മോസ്റ്റ് മോഡേൺ റെയിൽവേ സ്റ്റേഷൻ, ഒരുപക്ഷെ കോട്ടയം റെയിൽവേ സ്റ്റേഷനേക്കാൾ ഏറ്റവും ബൃഹത്തായ വിപുലമായ വലിയ സൗകര്യങ്ങളുള്ള റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം പണിതാണ് ഏറ്റവും പ്രധാനം. വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പിന്നിൽ പോയ ഒരു മണ്ഡലമാണ് മാവേലിക്കര. MP സ്കീം അനുസരിച്ചുകൊണ്ടുള്ള പദ്ധതികളിൽ തന്നെ 48% തുക മാത്രം ചെലവഴിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. കണക്കുകൾ നമുക്കെടുക്കാം. ഓരോ ജില്ലാ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ കണക്കുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. 50% മുകളിൽ പോലും വന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മാവേലിക്കര കൂടുതൽ തവണയും കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച മണ്ഡലമാണ്. 1962 മുതൽ നടന്ന 14 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ 10 പ്രാവശ്യവും ഇവിടെ വിജയക്കൊടി പാറിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. 1962 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി സംവരണ മണ്ഡലമായിരുന്ന മാവേലിക്കരയിൽ നിന്ന് കോൺഗ്രസിന്റെ R. അച്യുതൻ 7288 വോട്ടിന് CPIയിലെ PK കൊടിയനെ പരാജയപ്പെടുത്തി. എന്നാൽ അടുത്ത തവണ കോൺഗ്രസ് പരാജയമറിഞ്ഞു. മണ്ഡലം ജനറൽ സീറ്റായ 1967 തെരഞ്ഞെടുപ്പിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് GP മംഗലത്ത് മഠം കോൺഗ്രസിലെ MPSP പിള്ളയെ തോൽപ്പിച്ചു.
1971 ഇടത് സ്ഥാനാർത്ഥിയായത് CPM-ന്റെ എസ് രാമചന്ദ്രൻപിള്ള. എതിരാളിയായി ആർ ബാലകൃഷ്ണപിള്ള. 1/2 പരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ ബാലകൃഷ്ണപിള്ള ജയിച്ചു. 1977 മാവേലിക്കര കോൺഗ്രസിനൊപ്പം നിന്നു. BK നായരാണ് ഇത്തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തിയത്. 80 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയ PJ കുര്യൻ 60,000-ലേറെ വോട്ടിന്റെ വൻ വിജയം സ്വന്തമാക്കി. 1984 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് മാവേലിക്കരയിൽ വലതുപക്ഷത്തിന് 2ാം തോൽവി നൽകി. 1989 PJ കുര്യനിലൂടെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ്. പിന്നെയങ്ങോട്ട് കുറെ കാലം PJ കുര്യന്റെയും UDF-ന്റെയും ആധിപത്യമായിരുന്നു മാവേലിക്കരയിൽ. 1991 CPM-ന്റെ സുരേഷ് കുറുപ്പിനെയും 96 MR ഗോപാലകൃഷ്ണനെയുമാണ് PJ കുര്യൻ തറപറ്റിച്ചത്. 98 നൈനാൻ കോശിയെ തോൽപ്പിച്ച് PJ കുര്യന്റെ തുടർച്ചയായ 4ാം ജയം. 1999 രമേശ് ചെന്നിത്തല UDF സ്ഥാനാർത്ഥിയായി. പക്ഷേ അപ്പോഴും ഫലത്തിൽ മാറ്റമുണ്ടായില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2004 മാവേലിക്കരയിൽ ഇടത് സ്ഥാനാർത്ഥി ജയിക്കുന്നത്. CS സുജാതയാണ് രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ച് ചെങ്കൊടി പാറിച്ചത്. 7414 വോട്ടായിരുന്നു ഭൂരിപക്ഷം. മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് മാവേലിക്കര സംവരണ മണ്ഡലമായി മാറിയത്. നേരത്തെ അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ച ചരിത്രമുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ UDF 2009 മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കി. CPM സീറ്റ് CPIക്ക് നൽകി. RS അനിലിനെ 48,048 വോട്ടുകൾക്ക് കീഴടക്കി കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്ന് പാർലമെന്റിലെത്തി. കൊടിക്കുന്നിൽ ജാതി തെറ്റായി കാണിച്ചാണ് മത്സരിച്ചതെന്ന് അന്ന് ആരോപണം ഉയർന്നിരുന്നു. എതിർ സ്ഥാനാർത്ഥി RS അനിലിന്റെ ഹർജിയിൽ ഹൈക്കോടതി കൊടിക്കുന്നിലിനെ അയോഗ്യനാക്കിയെങ്കിലും സുപ്രീംകോടതി വിധി റദ്ദാക്കി. 2014 CPI രംഗത്തിറക്കിയത് ചെങ്ങറ സുരേന്ദ്രനെ. ഭൂരിപക്ഷം 32,737 ഇടിഞ്ഞെങ്കിലും കൊടിക്കുന്നിലിന്റെ ജയത്തെ തടയാൻ ചെങ്ങറയ്ക്ക് കഴിഞ്ഞില്ല. വിശാലമായി പരന്നു കിടക്കുന്ന മാവേലിക്കര മണ്ഡലത്തിന് എന്ത് വികസനം നൽകാൻ കൊടിക്കുന്നിലിന് കഴിഞ്ഞു? കായലും കരയും കൃഷിയും വികസനം കൊതിക്കുന്ന മാവേലിക്കരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൊടിക്കുന്നിലിന് കഴിഞ്ഞു. കുട്ടനാട്ടിലെ കൈനഗിരിയിൽ വരുന്ന വട്ടക്കായൽ ടൂറിസം അത് കഴിഞ്ഞ UPA ഗവൺമെൻറ് കാലത്ത് തറക്കല്ലിട്ടതാണ്. പക്ഷേ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. വട്ടക്കായൽ ടൂറിസം എന്ന് പറയുന്നത് ഹൗസ് ബോട്ടുകൾക്ക് വന്ന് തങ്ങാനും ആ ഹൗസ് ബോട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ കായലിൻ്റെ നടുവിലൂടെ കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്യുവാനുമുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ പുതിയ കപ്പിൾസായ ആളുകൾക്കും കല്യാണം കഴിഞ്ഞ ഇവർക്കൊക്കെ വന്ന് അവിടെ വിശ്രമിക്കാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള സൗകര്യം അത് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം തന്നെ 25ഓളം ഹൗസ് ബോട്ടുകൾക്ക് അവിടെ ഇരു സൈഡുകളിലായി ഈ വട്ടക്കായലിൻ്റെ ഇരു സൈഡുകളിലായിട്ട് നങ്കൂരമിട്ട് കിടക്കുകയും ആ ഹൗസ് ബോട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇറങ്ങി ഇതിലൂടെ ഈ ബേയിലൂടെ കായലിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ അതിമനോഹരമായ ഒന്നാണ്. MP ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിലെ മറ്റ് പാർലമെന്റ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരാശരിയിൽ താഴെയാണ് മാവേലിക്കര MP നിൽക്കുന്നത്. കുട്ടനാട് നിയോജക മണ്ഡലം 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഏറെ ദുരിതം പേറുന്ന കുട്ടനാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടനാട് പാക്കേജിൻ്റെ തകർച്ച സത്യത്തിൽ മഹാപ്രളയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 1ാം ഘട്ട പ്രളയം കുട്ടനാട് പാക്കേജ് ഫലപ്രദമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്നതായിരുന്നു 1ാം ഘട്ട പ്രളയം. അപ്പോൾ സൂചിപ്പിച്ചത് ഗവൺമെൻറ് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് അനുവദിച്ച തുക അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ UDF സംസ്ഥാനം ഭരിക്കുമ്പോൾ അദ്ദേഹം MP ആയിരിക്കുമ്പോൾ ഫലപ്രദമായി ചിലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ITBP കഴിഞ്ഞ UPA ഗവൺമെൻറ് കാലത്ത് നൂർനാട് ITBP നമ്മൾ ശിലാസ്ഥാപനം നടത്തി. ഇപ്പോൾ അത് ഏതാണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് റബ്ബർ പാർക്ക്. ആ റബ്ബർ പാർക്ക് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നപ്പോൾ ആ പത്തനാപുരം റബ്ബർ പാർക്ക് പരിസ്ഥിതി ലോല പ്രദേശത്തായതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അന്ന് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഞാൻ MP ആയി വരുമ്പോൾ മാവേലിക്കര വരെയാണ് പാത. മാവേലിക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി ടു ചിങ്ങവനം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ പാത ഇരട്ടിപ്പിക്കലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അതുപോലെ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജിൽ കൊല്ലത്തുനിന്ന് പുല്ലൂർ വരെയും പുല്ലൂരിൽ നിന്ന് ചെങ്കോട്ട വരെയുള്ള ബ്രോഡ് ഗേജ് പണികൾ പൂർത്തിയാക്കി. മാവേലിക്കര ടൗണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്.
ഏറെ ഗതാഗതക്കുരുക്കുള്ള ഒരു കേന്ദ്രമാണ് അവിടെയുള്ള മേൽപ്പാലം കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനവും നിരവധി തവണ അതിന് അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് വെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം ഇതുവഴി സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ മണ്ഡലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏത് റെയിൽവേ സ്റ്റേഷനാണ് മികച്ച തരത്തിൽ ഒന്ന് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മാത്രമല്ല, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്നയാൾ, ഒന്നിലധികം തവണ ഒരു മണ്ഡലത്തെ പ്രതിദാനം ചെയ്തയാൾ, എടുത്തു പറയാവുന്ന ഏതെങ്കിലും വ്യവസായം, ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു പാർലമെൻറ്റ് അംഗത്തിന് അഭിമാനിക്കാവുന്ന മറ്റേതെങ്കിലും പദ്ധതികൾ ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. 2009 സംവരണമായത് മുതൽ LDFൽ CPIയുടെ സീറ്റാണ് മാവേലിക്കര. RS അനിലും ചെങ്ങറ സുരേന്ദ്രനും ആഞ്ഞു പിടിച്ചിട്ടും കൊടിക്കുന്നിലിനെ തറപറ്റിക്കാനായില്ല. ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് ഇത്തവണ ഇടതുമുന്നണിയുടെ ഭാഗമായതാണ് CPIക്കും മുന്നണിക്കും വലിയ പ്രതീക്ഷ നൽകുന്നത്. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും കഴിഞ്ഞ തവണ പാർട്ടിയുടെ വോട്ടുകൾ കൊടിക്കുന്നിലിന് ഏറെ സഹായകരമായിരുന്നു. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നതാണ് CPIക്ക് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി. സംസ്ഥാനമൊട്ടാകെ അവർ നേരിടുന്ന സ്ഥാനാർത്ഥി ക്ഷാമം മാവേലിക്കരയിലുമുണ്ട്. ചിറ്റയം ഗോപകുമാറാണ് അവർക്ക് മുന്നിലുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാൾ. വിജയപ്രതീക്ഷയിൽ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെടുന്ന 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 6 മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും വളരെ മെച്ചപ്പെട്ട വിജയമാണ് നേടിയത്. മതന്യൂനപക്ഷങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ അവർക്കെല്ലാം വലിയ മുൻതൂക്കമുള്ളൊരു മണ്ഡലത്തിൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ ആ വിഭാഗങ്ങളെല്ലാം നേരിടുന്ന ഒരരക്ഷിതാവസ്ഥ, അവരുടെ ജീവൻ സംബന്ധിച്ചുണ്ടാകുന്ന ഭീഷണികൾ, മതേതരത്വത്തിൻ്റെ തകർച്ച, അത്തരം വിഷയങ്ങളെല്ലാം സജീവമായി ചർച്ചപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പിന്തുണ ആ മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാകും. ചങ്ങനാശ്ശേരി, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, പത്തനാപുരം, കുന്നത്തൂർ, കൊട്ടാരക്കര എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. ഇതിൽ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലും, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര മണ്ഡലങ്ങൾ ആലപ്പുഴയിലും, കുന്നത്തൂർ, കൊട്ടാരക്കര മണ്ഡലങ്ങൾ കൊല്ലം ജില്ലയിലുമാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ ചങ്ങനാശ്ശേരിയിലും ചെങ്ങന്നൂരും പത്തനാപുരവും UDFനൊപ്പം നിന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആധിപത്യമായിരുന്നു മണ്ഡലത്തിൽ. മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ചെങ്ങറ സുരേന്ദ്രന് മേൽക്കൈ കിട്ടിയത്. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കാര്യങ്ങൾ മാറിമറിഞ്ഞു. 7-ൽ 6 LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ ഐഷ പോറ്റി സ്വന്തമാക്കി. ചങ്ങനാശ്ശേരിയിൽ CF തോമസ് ജയിച്ചത് മാത്രമാണ് UDFന് ആശ്വാസം പകർന്നത്. പാർലമെന്റിലും അത്ര മോശമായിരുന്നില്ല കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രകടനം. ചർച്ചകളിലും ചോദ്യങ്ങളിലും ദില്ലിയിൽ മാവേലിക്കരയുടെ സാന്നിധ്യം അറിയിച്ചു. പാർലമെന്റിൽ ഹാജർത്തിലയിലും ചർച്ചകളിലെ പങ്കാളിത്തത്തിലും കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രകടനം ശരാശരിയിൽ താഴെയാണെങ്കിലും ചോദ്യം ചോദിക്കുന്നതിലും സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്നതിലും മികച്ച പ്രകടനമാണ്. 69% ഹാജർനില. സംസ്ഥാന ശരാശരി 77%, ദേശീയ ശരാശരി 80%. 100 ചർച്ചകളിലാണ് പങ്കെടുത്തത്. സംസ്ഥാന ശരാശരി 143. 535 ചോദ്യങ്ങളാണ് മാവേലിക്കര MP ലോക്സഭയിൽ ഉന്നയിച്ചത്. സംസ്ഥാന ശരാശരിയായ 422 ഏറെ കൂടുതൽ. ദേശീയ ശരാശരി 292 മാത്രം. 6 സ്വകാര്യ ബില്ലുകളാണ് കൊടിക്കുന്നിൽ സുരേഷ് അവതരിപ്പിച്ചത്. സംസ്ഥാന ശരാശരി 5, ദേശീയ ശരാശരി 2 മാത്രം. ഫണ്ട് വിനിയോഗത്തിൽ മാവേലിക്കര MPയുടെ പ്രകടനം അത്ര മികച്ചതല്ല. റിലീസ് ചെയ്ത 17.5 കോടിയിൽ ഉപയോഗിച്ചത് 14.5 കോടി മാത്രം. ചെയ്ത കാര്യങ്ങൾ ജനത്തിന് വളരെ കൃത്യമായി അറിയാമെന്നും 3ാമത് തവണ താൻ അവരെ സമീപിക്കുമ്പോൾ അത് മനസ്സിലാക്കി അവർ വോട്ട് ചെയ്യുമെന്നും കൊടിക്കുന്നിൽ അവകാശപ്പെടുന്നു. മണ്ഡലത്തിൽ പൊതുവെ അനുകൂലമായ സാഹചര്യമാണുള്ളത്. കാരണം MP എന്ന നിലയിൽ ജനങ്ങൾക്ക് എപ്പോഴും പ്രാപ്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MPയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അത് പാർലമെൻറ്റിലായിരുന്നാലും പാർലമെൻറ്റ് പുറത്തായിരുന്നാലും മണ്ഡലത്തിലായിരുന്നാലും MPയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാവേലിക്കരയിലെ വോട്ടർമാർക്ക് പരാതിയൊന്നുമില്ല. രാഷ്ട്രീയമായി ചിലർക്ക് ചില രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ ഉണ്ടായേക്കാം. പക്ഷേ
ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്തുകയും മണ്ഡലത്തിലെ ജനങ്ങളെ എപ്പോഴും കാണുകയും പ്രളയം പോലെയുള്ള അതിദുരന്തങ്ങൾ നേരിട്ടപ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തന നേതൃത്വം നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ മാവേലിക്കര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും വളരെ സംതൃപ്തിയോടുകൂടിയാണ് എംപിയുടെ പ്രവർത്തനം നോക്കിക്കാണുന്നത്. മഹാപ്രളയവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ജീവന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെച്ച് ആളുകൾ തന്നെ കൂക്കി വിളിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായത്. ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര. പ്രളയം തകർത്തെറിഞ്ഞ നിരവധി കുടുംബങ്ങളുണ്ട് ഇവിടെ. പ്രളയ പുനരധിവാസം തെരഞ്ഞെടുപ്പ് കാലത്ത് മാവേലിക്കരയിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന കാര്യം ഉറപ്പ്. ശബരിമല വിഷയത്തിൽ ആദ്യം ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും അതിശക്തമായ പ്രചരണമുണ്ട്. അതിനെ അതേ രീതിയിൽ തന്നെ നേരിടുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുകയുണ്ടായി. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ആ മേഖലയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് നന്നായി അറിയാം. അതിന്മേൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് യാതൊരു കോട്ടവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. BJPയും മാവേലിക്കരയിൽ പ്രധാനപ്പെട്ട ഒരു അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. 3 മുന്നണികൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി മാവേലിക്കര മാറുമെന്ന കാര്യം ഉറപ്പ്. 5 വർഷത്തെ വികസനത്തിന്റെ കാലഘട്ടം ഒന്നും പറയാൻ പറ്റില്ല. കാരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് UPA ഗവൺമെന്റ് ആയിരുന്നില്ല, NDA ഗവൺമെന്റ് ആയിരുന്നു, മോദി സർക്കാരായിരുന്നു അധികാരത്തിൽ. മോദി ഗവൺമെന്റ് MP ഫണ്ട് പോലും വർദ്ധിപ്പിച്ചു തന്നില്ല. UPA ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾക്ക് ലഭിച്ച 5 കോടി രൂപ തന്നെയാണ് ഈ 5 വർഷവും തുറന്നത്. ഒരു നയാ പൈസ പോലും ഞങ്ങൾക്ക് MP ഫണ്ട് കൂട്ടി തന്നില്ല. അതേസമയം 2009 ഒന്നാം UPA ഗവൺമെന്റ് തന്ന 5 കോടി രൂപയാണ് 2019 നിലനിൽക്കുന്നത്. 2014 അധികാരത്തിൽ വന്ന NDA ഗവൺമെന്റ് മോദി സർക്കാരിനോട് ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങൾക്ക് അവരുടെ മണ്ഡലത്തിൽ വികസന കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നത് പ്രാദേശികമായി ആളുകളുടെ ആവശ്യം, റോഡ്, അംഗൻവാടി, വായനശാല, അതുപോലെ തന്നെ ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങൾ ഇടപെടാൻ പറ്റുന്നത് MP ഫണ്ടിലൂടെയാണ്. ആ MP ഫണ്ട് എന്ന് പറയുന്നത് 2009 തന്ന MP ഫണ്ട് ഇന്ന് 2019 എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ MP ഫണ്ടിൻ്റെ വർക്കിൻ്റെ പാറ്റേൺ കൂടി, എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചു, അതുപോലെ ലേബർ ചാർജ് വർദ്ധിച്ചു, മെറ്റീരിയൽസ് ചാർജ് വർദ്ധിച്ചു. പക്ഷേ ഇതിന് ആനുപാതികമായി MP ഫണ്ട് കൂട്ടിത്തരേണ്ടതാണ്. ഞങ്ങൾ പാർലമെൻറ്റിൽ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തിലും പെട്ട MPമാരുടെ ഒരു പാർലമെന്ററി കമ്മിറ്റി തന്നെയുണ്ട്. MPSLADയുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ തമ്പി ദുരയാണ് എൻ്റെ ചെയർമാൻ. അതേ എല്ലാ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് പറയും MP ഫണ്ട് 5 കോടിയിൽ നിന്ന് 25 കോടിയായി വർദ്ധിപ്പിക്കണം എന്ന് യുനാനിമസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ NDA ഗവൺമെന്റ്, മോദി സർക്കാർ ഒരു നയാ പൈസ കൂട്ടി തന്നില്ല. ഞങ്ങൾക്ക് ആകെ ലഭിക്കുന്ന ഒരു 5 കോടി രൂപയാണ്. അതേസമയം MLAമാർക്ക് 25 കോടി, 30 കോടി, 8 പഞ്ചായത്ത് 9 പഞ്ചായത്തുള്ള MLAമാർക്ക് ഒരു വർഷം 25-30 കോടി രൂപ ആസ്തി വികസന ഫണ്ട്, MLA ഫണ്ട്, മറ്റ് വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ MLAമാരിലൂടെ വരുമ്പോൾ 65-70 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ഉള്ള ഒരു പാർലമെന്റ് അംഗം, 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പാർലമെന്റ് അംഗത്തിന് നാട്ടുകാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ലഭിക്കുന്നത് വെറും 5 കോടി രൂപയാണ്. അതുകൊണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് ഇത്തവണ വോട്ട് ചെയ്യിക്കാനുള്ള ഒരവകാശവുമില്ല. 2ാം വട്ടവും ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച MP തങ്ങൾക്ക് എന്ത് നൽകി? വോട്ടർമാരെന്ന നിലയിൽ തങ്ങൾ ആഗ്രഹിച്ച വികസന കാര്യങ്ങൾ MPക്ക് ചെയ്യാനായോ? ഇനിയും MPയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നോ? വോട്ടർമാർക്കുമുണ്ട് പറയാൻ. ഞങ്ങളിവിടെ കുടിവെള്ള പ്രശ്നമാണ് മെയിനായിട്ടുള്ളത്. കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു 3 വർഷമായിട്ട് വെള്ളം കിട്ടുന്നില്ലെന്ന് തന്നെ പറയാം. ഇതിനകത്ത് എൻ്റെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം ഒരു 2 ആഴ്ചയ്ക്കകം ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ടെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോയിന്. വികസന പ്രവർത്തനം ഞങ്ങളുടെ ഏരിയയിലൊന്നും വികസന പ്രവർത്തനങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വളരെ വിസ്തൃതമായ ഒരു ഏരിയയിൽ കൈകാര്യം ചെയ്തൊരു MP-ആണ്. കാര്യം അങ്ങ് കിഴക്ക് തമിഴ്നാടിൻ്റെ അതിർത്തി മുതൽ അങ്ങ് വേമ്പനാട് നാടിൻ്റെ അവിടെ കുപ്പപ്പുറം വരെയുള്ള വളരെ വിസ്തൃതമായ ഒരു ഏരിയയിൽ ഒരു MP എന്ന നിലയിൽ കലുപരി ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ചെയ്ത ജനപ്രതി എന്ന രീതിയിൽ അദ്ദേഹം ചെയ്ത നാട്ടിൻപുറത്തെ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റൊന്നും എനിക്കില്ല. അദ്ദേഹമായിട്ട് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ടോ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം,
സാധാരണക്കാരുടെ അല്ലെങ്കിൽ കൃഷിക്കാരുടെ അല്ലെങ്കിൽ ഈ ഉള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസമേക്ക് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇക്കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വികസനം എന്ന് പറഞ്ഞ ഈ അർത്തശ്ശേരി കാരിക്കുഴി വാർഡിൽ ഇത് ഒരു കുറെ വർഷങ്ങളായിട്ട് ഒരു വികസനവും ഇല്ല. റോഡുമില്ല, പാലവും ഇല്ല, വെള്ളവും ഇല്ല, വെട്ടവും ഇല്ല. വോട്ട് ചോദിക്കാനൊക്കെ എല്ലാവരും വരും. ഞങ്ങൾ അവരെ ആരെയും കുറ്റം പറയുന്നില്ല. അവർക്ക് കിട്ടുന്നില്ലായിരിക്കും, അല്ലെ അവർ ചെയ്യുന്നില്ലായിരിക്കും, അല്ലെ അവരെ കൊണ്ട് പറ്റുന്നില്ലായിരിക്കും. ഞങ്ങളിപ്പോൾ വോട്ടുകാരെ അല്ലെ നേതാക്കന്മാരെ എംപിമാരെ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. അവരുടെ പരിധിക്ക് പറ്റുന്നില്ലായിരിക്കാം. എന്തായാലും ഞങ്ങളുടെ നാടിൽ ഒന്നും വികസനമില്ല. ഈ അർത്തശ്ശേരി വാർഡിൽ ഒരു വികസനവും ഇല്ലെന്നുള്ളത് ഒരു 25 വർഷമായിട്ട് ഒരു വികസനവും ഇല്ല. കാര്യമായ നിലയിൽ പുള്ളിക്കാരനോട് സന്ദർശിക്കാറുണ്ട്, കാര്യങ്ങൾ നോക്കാറുണ്ട് എന്നൊക്കെയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ വിളിച്ചാൽ തീർച്ചയായിട്ടും എത്തും. വിജയിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് എൻ്റെ ഒരു 100% മാർക്ക് കൊടുത്തിരിക്കുക. റോഡുകളായാലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പഴയതിനെ സംബന്ധിച്ച് നോക്കുകയാണ് ഇപ്പോൾ എല്ലാം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. വെള്ള പ്രശ്നം, പിന്നെ റോഡിൻ്റെ ശോധനീയ ചില റോഡുകളുടെ മനഃപൂർവ്വം ചെയ്യാത്ത, പക്ഷേ കുഴിക്കുന്നിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി 99% പുള്ളിയുടെ കഴിവിൽ എല്ലാ റോഡുകളും 99% റോഡുകളും എല്ലാം ടാർ ചെയ്തു. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരണകാലത്ത് പ്രതിപക്ഷ എംപിമാരോട് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വികസനത്തിൻ്റെ കാര്യത്തിൽ BJPയുടെ ഇടപെടലുകളുണ്ടായി. കാരണം എംപിമാരുടെ നേട്ടമായി ഒന്നും മാറരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൂടെ ശക്തമായ ഇടപെടലുണ്ടായി. അതുകൊണ്ട് ഒരുപാട് പരിമിതികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അങ്ങനെ പ്രതിപക്ഷം ഭരണകക്ഷി എംപിമാരെ നോക്കാറില്ല, എല്ലായിടത്തും ഒരുപാട്. പക്ഷേ BJP ശരിക്കും പൊളിറ്റിക്കലായിട്ടാണ് വികസനത്തെ കണ്ടത്. ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികൾ, സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ വന്ന് BJPക്കാർ എൻ്റെ മുന്നിൽ നിൽക്കുന്നു, BJPയുടെ കൊടിയുമായി ആളുകൾ നിൽക്കുന്നു, BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ വന്ന് അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇതാണ് അവരുടെ വികസനം. അപ്പോൾ എംപിമാർ കഷ്ടപ്പെട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവിടെ വന്ന് BJP കൊടിയും പിടിച്ച് മോദിയുടെ പടമായിട്ട് നിൽക്കുന്നു. എന്നാൽ എംപിമാർ ചോദിക്കുന്ന കാര്യങ്ങൾ ഒന്നും തരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. വിജയപ്രതീക്ഷയിൽ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെടുന്ന 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 6 മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും വളരെ മെച്ചപ്പെട്ട വിജയമാണ് നേടിയത്. മതന്യൂനപക്ഷങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ അവർക്കെല്ലാം വലിയ മുൻതൂക്കമുള്ളൊരു മണ്ഡലത്തിൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ ആ വിഭാഗങ്ങളെല്ലാം നേരിടുന്ന ഒരരക്ഷിതാവസ്ഥ, അവരുടെ ജീവൻ സംബന്ധിച്ചുണ്ടാകുന്ന ഭീഷണികൾ, മതേതരത്വത്തിൻ്റെ തകർച്ച, അത്തരം വിഷയങ്ങളെല്ലാം സജീവമായി ചർച്ചപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പിന്തുണ ആ മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും വളരെ മികച്ച പ്രവർത്തനമായിരുന്നു എം പി കാഴ്ചവെച്ചുകൊണ്ട്. നമുക്കറിയാം കുട്ടനാട്ടിലെ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടനാട്ടിൽ ഒരു MLAയുടെ അഭാവം ഉണ്ടായിരുന്നു. ജയിച്ച MLA ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ കുട്ടനാട്ടിലെ പ്രശ്നങ്ങളിലൊന്നും MLAയുടെ സാന്നിധ്യമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ വെള്ളമായിക്കോട്ടെ, പ്രളയമായിക്കോട്ടെ, അതുപോലെയുള്ള എല്ലാ അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം MPയുടെ സേവനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ എടുത്ത് നോക്കിയാലായിട്ട് കാണാം MP കൊടുത്തിട്ടുള്ള, അനുവദിച്ചിട്ടുള്ളതും എല്ലാതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം. അത്തരത്തിൽ കുട്ടനാട്ടുകാരനായിട്ട് തന്നെ നിന്നുകൊണ്ട് കുട്ടനാട്ടിലെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു MP. അടിസ്ഥാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അഭാവമുണ്ട് ഇവിടെ, മെയിനായിട്ട് അതാണ്. പിന്നെ കാർഷികമായിട്ട് ഉള്ള ഈ ലോണുകൾ അതൊക്കെ എടുത്ത് ഒത്തിരി കടങ്ങളുടെ വന്ന് കരുതി കിടപ്പുണ്ട് ബാങ്കുമായിട്ടുമുള്ള, അതൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു പ്രയോജനമില്ലാത്ത 2 ബൾബ് ലൈറ്റും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ പ്രയോജനങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ വഴിക്കൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഞങ്ങൾ ആറ്ററമ്പയ്ക്ക് താമസിക്കുന്നു. റൈറ്റ് ടു MPയുടെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു മണ്ഡലത്തിലെ മറ്റൊരു MPയുടെ വിശേഷങ്ങളുമായി വരാം. തൽക്കാലം നമസ്കാരം.